ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ വളരെ പ്രതിസന്ധിയിലാണ് ഞാനുള്ളത്, എൻ്റെ ശരീരമാസകലം വേദനകളാണ്, എന്നും ഡോക്ടറെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ ഭാര്യയെയും എന്നും ഡോക്ടറെ കാണിക്കുകയാണ്, മക്കൾക്കും സുഖമില്ല, അതുപോലെ തന്നെ വലിയ ഭാരിച്ച കടബാധ്യതയുണ്ട്, ഞാൻ തൊടുന്നതൊക്കെ പ്രശ്നത്തിലാണ്, ബിസിനസ് വളരെ പരാജയപ്പെടുന്നു, ഒന്നിലും പ്രോഗ്രസ് ഇല്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു, ഇയാളോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ട, ഒരു പരിഹാരം, ഒരു റെമഡി പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ രൂപത്തിൽ ഞാൻ എന്ത് പറയണമെന്ന് കൺഫ്യൂഷനായപ്പോൾ അദ്ദേഹം പറയാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്ക്, ഉസ്താദേ ഞാൻ നന്നാകൂല, ഉസ്താദ് എന്ത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, ഞാൻ നന്നാകൂല. ഞാൻ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പോഴാണ് അയാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ വാക്ക് പറയുന്നത്, ഉസ്താദേ ഞാൻ എൻ്റെ ഉമ്മൻ്റെ കുരുത്തക്കേട് വാങ്ങിയ ആളാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു, പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ഉമ്മയെ വളരെയധികം പ്രയാസപ്പെടുത്തുകയും ധിക്കരിക്കുകയും അനുസരണക്കേട് നടത്തുകയും ഒക്കെ ചെയ്ത് എനിക്ക് വേണ്ടി എന്നെ ഓർത്ത് എൻ്റെ ഉമ്മ ധാരാളം കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ട്, പലപ്പോഴും ടെൻഷൻ അടിച്ചിട്ടുണ്ട്, പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ഞാൻ പിന്നെ അവസാനം നന്നാവണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും എൻ്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി, മരിച്ചുപോയി ഉസ്താദെ. ഇനി ഒരു സൊല്യൂഷനും ഇല്ല എനിക്ക് രക്ഷപ്പെടാൻ. ആയതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണം ഞാൻ നന്നാകാൻ വേണ്ടി എന്ന് ആ മനുഷ്യൻ കരഞ്ഞു പറയാം. അയാളെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഉമ്മ നന്നാവണമെന്ന് ആഗ്രഹിച്ച് പൊരുത്തപ്പെടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും ഉമ്മ മരണപ്പെട്ടു പോയി. ഇത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയല്ല, ധാരാളം ആളുകൾ സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മളൊക്കെ ഈ സമയത്ത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവിടുന്ന് പഠിപ്പിച്ചു, അലാ ഉനബ്ബിഉക്കും ബി അക്ബറിൽ കബായിർ, വൻ ദോഷങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബി തങ്ങളെ. അവിടുന്ന് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, അതുപോലെ തന്നെ വഅഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുക, എടങ്ങാറാക്കുക, പ്രയാസപ്പെടുത്തുക, പീഡിപ്പിക്കുക, കരയിപ്പിക്കുക, എല്ലാ അർത്ഥവും അതിൽ വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾ നിലനിൽക്കുന്ന കാലമാണ് മനുഷ്യൻ്റെ സുവർണ കാലഘട്ടമെന്ന് നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.